നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 311 എപ്പിസോഡാണിത്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചെറുകഥാകൃത്തായ പാപ്പിനിശ്ശേരി ചന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണ്. 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം മികവുറ്റ കുറേ ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ടെൽട്ടോണിൽ ജോലി ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ കുറേ നാൾ താമസിച്ചിരുന്നു. കലാകൗമുദിയിലും മറ്റും അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹശേഷം അദ്ദേഹം ബോംബെക്ക് പോയി എന്നൊക്കെയാണ് അറിവ്. ഇപ്പോൾ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നെന്നോ എന്നൊന്നും അറിയില്ല. പക്ഷേ എഴുത്തിൻ്റെ ശിരോവസ്ത്രം ചൂടിയ ഒരു എഴുത്തുകാരൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തെല്ലാം, രചനാരീതിയും എഴുത്തുമെല്ലാം നല്ല രസമുള്ളതാണ്. നല്ല പെരുമാറ്റം, ഒരു എല്ലിച്ചം ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരത്തിൻ്റെ കുറേ കോപ്പികൾ എന്നെ ഏൽപ്പിച്ചിട്ട്, ശരവണ ഇത് കുറച്ചൊന്ന് വിറ്റു തരണം എന്ന് പറഞ്ഞത് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ജോലിയെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കണ്ണൂരേക്ക് പോവുകയും അവിടെ നിന്ന് ഞാൻ ബോംബെക്ക് പോകുന്നു, ഇനി എന്നെങ്കിലും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ബോംബെയിൽ വർക്ക് ചെയ്യുകയാണോ, ബോംബെയിൽ വേറെ എഴുത്തുമൊക്കെയായി കഴിയുകയാണോ എന്നൊന്നും അറിയില്ല. കാലം ഒരുപാട് കഴിഞ്ഞെങ്കിലും 30 വർഷത്തിനു മുമ്പേ അദ്ദേഹം എഴുതിയ കുറേയധികം ചെറുകഥകൾ, ആ ചെറുകഥകൾ ജനിക്കാനുണ്ടായ കാരണങ്ങൾ എല്ലാം ഞങ്ങൾ ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടുതൽ എഴുതുകയും കൂടുതൽ പ്രസിദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ചെറുകഥാ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ട് ആകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം. കാലമെത്ര മാഞ്ഞാലും അദ്ദേഹത്തിൻ്റെ രചനകളെ ഓർക്കുന്ന കുറേ പേരെങ്കിലും ഈ ഭൂമിയിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല. അദ്ദേഹം എഴുതിയ ചെറുകഥാ സമാഹാരത്തിൻ്റെ ഒരു കോപ്പി